ശങ്കരാചാര്യരും അദ്വൈതാണ്, ഗുരുവും അദ്വൈതാണ്. എന്നിട്ടും ഇത് രണ്ടും വ്യത്യാസം ഉണ്ടാവാൻ എന്താണ് കാരണം? രണ്ട് കാരണമാണ് അയ്യപ്പൻ പറഞ്ഞത്. ഒന്ന്, രണ്ടുപേരും ജീവിച്ചത് രണ്ട് കാലത്താണ്. പിന്നൊരു കാരണം കൂടി പറഞ്ഞു, ഒരാൾ നമ്പൂതിരിയും മറ്റേയാൾ ഈഴവനുമാണ്. അപ്പോൾ കുട്ടിച്ചെറുകാട് കുളിച്ച് ശുദ്ധമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം പറഞ്ഞു കുട്ടിച്ചെറുകാട്, എന്നെ അയിത്താക്കിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിരസ്കൃത ഇന്ത്യയിലെ പ്രതിനിധി ചാമി പറഞ്ഞു, തമ്പുരാനെ അയിത്തോ? തമ്പുരാൻ എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിനെ പറ്റി തമ്പുരാൻ കേട്ടിട്ടില്ലേ? ശങ്കരാചാര്യനേക്കാളും കേമനാണ്, തീയനാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഈ തിരസ്കൃതരായ ജനത തല ഉയർത്താൻ ആരംഭിക്കുന്നത്. അവർ കേസരി കഴിക്കില്ല. RSSനോടുള്ള വിരോധം കൊണ്ടല്ല, അതിൻ്റെ നിറം മഞ്ഞായതുകൊണ്ട്. അവർ പരിപ്പ് കറി ഉപയോഗിക്കില്ല. വിസർജ്യ വസ്തുവുമായുള്ള സാദൃശ്യം കൊണ്ട് അവർക്ക് നോസിയറ്റ് ഓക്കാനത് അവരത് കഴിക്കില്ല. അവർക്ക് മഞ്ഞ നിറത്തോട് പ്രിയരില്ല. കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ്. അതെല്ലാ പൂച്ചക്കുട്ടിക്കും അറിയാം. കാരണം പാഠപുസ്തകത്തിലും അല്ലാതെയും ഇതിങ്ങനെ പാട്ടുപാടി മനുഷ്യന്മാർ പഠിച്ചിട്ടുണ്ട്. എന്നാൽ 7 മണി തുമ്പികൾ 7 മണ്ണുരുട്ടിയിട്ടാണ് ഈ ഭൂമി ഉണ്ടാക്കിയത് എന്ന് കീഴാള ഐതിഹ്യം. ആശയവാദപരമായ ഒരു തലത്തെ അതേപോലെ നിലനിർത്തുകയും എന്നാൽ അതേ അദ്വൈതത്തിൻ്റെ ആശയവാദപരമായ മറ്റൊരു തലത്തെ മാനവികതയുടെ മുന്നേറ്റത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ശങ്കരാചാര്യരിൽ നിന്ന് ഭിന്നമായി ഗുരുവിൻ്റെ പ്രത്യേകത. സഹോദരൻ അയ്യപ്പനോട് ചോദിക്കുന്നുണ്ട്, ശങ്കരാചാര്യരും അദ്വൈതാണ്, ഗുരുവും അദ്വൈതാണ്. എന്നിട്ടും ഇത് രണ്ടും വ്യത്യാസം ഉണ്ടാവാൻ എന്താണ് കാരണം? രണ്ട് കാരണമാണ് അയ്യപ്പൻ പറഞ്ഞത്. ഒന്ന്, രണ്ടുപേരും ജീവിച്ചത് രണ്ട് കാലത്താണ്. പിന്നൊരു കാരണം കൂടി പറഞ്ഞു, ഒരാൾ നമ്പൂതിരിയും മറ്റേയാൾ ഈഴവനുമാണ്. ഇതാണ് രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണവും രണ്ടാമത്തെ കാരണവും നമ്മുടെ സാംസ്കാരിക അന്വേഷണത്തിൽ പ്രസക്തമാണ്, കൃത്യം പ്രസക്തമാണ്. ചെറുകാടിൻ്റെ ജീവിതപാതയിലെ ഒരു സന്ദർഭം ഓർക്കുന്നുണ്ടാവുമല്ലോ. അത് ചാമി പോത്തിനെ കുളിപ്പിക്കുകയാണ്. ഇനി എരുമയാണെന്നോ അറിയില്ല, അതിനെ കുളിപ്പിക്കുകയാണ്. അപ്പം പെട്ടെന്നത് കുട്ടിച്ചെറുകാടിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കുട്ടിച്ചെറുകാട് കുളിച്ച് ശുദ്ധമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം പറഞ്ഞു കുട്ടിച്ചെറുകാട്, എന്നെ അയിത്താക്കിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിരസ്കൃത ഇന്ത്യയിലെ പ്രതിനിധി ചാമി പറഞ്ഞു, തമ്പുരാനെ അയിത്തോ? തമ്പുരാൻ എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിനെ പറ്റി തമ്പുരാൻ കേട്ടിട്ടില്ലേ? ശങ്കരാചാര്യനേക്കാളും കേമനാണ്, തീയനാണ്. ഇതാണ് അതിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഈ തിരസ്കൃതരായ ജനത തല ഉയർത്താൻ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും EMS ഉൾപ്പെടെ കേരളത്തിൻ്റെ നവോത്ഥാനം മാത്രമല്ല, കേരളത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ സമരങ്ങൾ, ആ ജന്മിത്ത വിരുദ്ധ സമരം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഈ തിരസ്കൃത ജനതയ്ക്ക് തലപൊക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കിയത് എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും. നമ്മുടെ ഭാഷാപ്രയോഗങ്ങളും നമ്മുടെ ഐതിഹ്യങ്ങളും എല്ലാം മുഖ്യധാരക്ക് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് അതിനെതിരെ മുഷ്ടി ചുരുട്ടിയിട്ട് അടിസ്ഥാന ജനതയുടെ, തൊഴിലെടുക്കുന്ന മനുഷ്യരുടെ രണ്ട് അടിസ്ഥാന ജനത ഇന്ത്യയിൽ രണ്ട് രീതിയിലാണ് ഞാൻ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സാമ്പത്തിക ചൂഷണത്തിന് വിധേയമാകുന്ന എല്ലാ മതത്തിലും ജാതിയിലും പെട്ട, ജാതിയുള്ളവരും മതമില്ലാത്തവരും ഉൾക്കൊള്ളുന്ന തൊഴിലാളി വർഗം എന്ന് പറയുന്ന വർഗം. മറ്റൊന്ന്, സാമൂഹ്യ വിവേചനം പലതരത്തിൽ അനുഭവിക്കുന്ന അയിത്തം, അകറ്റി നിർത്തൽ, പുറത്താക്കൽ, ഉൾക്കൊള്ളാതിരിക്കൽ ഒക്കെ. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഇത് വളരെ വിശദീകരിക്കേണ്ടതാണ്. നമ്മൾ ജനായത്തവാദികൾ എന്താ പറയുക? നമ്മൾ വെളുപ്പ് കറുപ്പ് ചർച്ചയിൽ നമ്മൾ ജനായത്തവാദികൾ പറയുന്ന ഒരു വാചകം വളരെ കൃത്യം വാചകമാണ്. എല്ലാ നിറങ്ങളും തുല്യ നിലയിൽ നൃത്തമാടുന്നൊരവസ്ഥയാണ് ജനായത്തം സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ഇത് തോട്ടികൾക്ക് ബാധകമല്ല. അവരെല്ലാ നിറവും സ്വാഗതം ചെയ്യില്ല. അവർക്ക് മഞ്ഞ, അവർ കേസരി കഴിക്കില്ല. RSSനോടുള്ള വിരോധം കൊണ്ടല്ല, അതിൻ്റെ നിറം മഞ്ഞായതുകൊണ്ട്. അവർ പരിപ്പ് കറി ഉപയോഗിക്കില്ല.
വിസർജ്യ വസ്തുവുമായുള്ള സാദൃശ്യം കൊണ്ട് അവർക്ക് നോസിയറ്റ് ഓക്കാനത് അവരത് കഴിക്കില്ല. അവർക്ക് മഞ്ഞ നിറത്തോട് പ്രിയമില്ല. നമ്മളിങ്ങനെ ജനായത്തത്തിൻ്റെ ബഹുസ്വരത എന്ന് പറയുമ്പോൾ നമ്മളതിലൊരു ബ്രാക്കറ്റ് കൂടി, എല്ലാ ബഹുസ്വരതയിലും എല്ലാ ജനായത്തത്തിലും ഒരു ബ്രാക്കറ്റ് ഇടണം. അതിൽ പെടാൻ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിനയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഈ പറയുന്നതിൽ ഞാൻ ഉൾപ്പെടുന്നില്ല, എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ് എന്ന് പറയാനുള്ള നമുക്കറിയാത്ത ഏതോ അജ്ഞാതനായ മനുഷ്യന് വേണ്ടി ജനായത്ത ഒരു ബ്രാക്കറ്റ് ഇടണം, അയാൾക്കും ഒരിടം അനുവദിക്കണം. അതുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം ശരിയായിരിക്കും, പക്ഷേ നമ്മൾ പറയുന്നത് നമ്മളുടെ ഒരു പശ്ചാത്തലത്തിൽ വെച്ചായിരിക്കും, നമ്മളായിരിക്കും മാനദണ്ഡം. എന്നിട്ട് അവിടുന്ന് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് ജനായത്ത അംഗീകരിക്കില്ല. ഇത് രണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഉപേക്ഷിക്കപ്പെട്ട, കുഴിച്ചുമൂടപ്പെട്ട എത്രയോ കഥകൾ, ഐതിഹ്യങ്ങൾ, പാട്ടുകൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പം കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ്. അതെല്ലാം പൂച്ചക്കുട്ടിക്കും അറിയാം. കാരണം പാഠപുസ്തകത്തിലും അല്ലാതെയും ഇതിങ്ങനെ പാട്ടുപാടി മനുഷ്യന്മാർ പഠിച്ചിട്ടുണ്ട്. എന്നാൽ 7 മണി തുമ്പികൾ 7 മണ്ണുരുട്ടിയിട്ടാണ് ഈ ഭൂമി ഉണ്ടാക്കിയത് എന്ന് കീഴാള ഐതിഹ്യമുണ്ട്. അവരിങ്ങനെ മണ്ണുരുട്ടാണ്, അതിൽ അധ്വാനമുണ്ട്. വലിച്ചെറിയൊന്നല്ല, മഴയൊക്കെ വലിച്ചെറിയല്ല, ഹിംസാത്മകമല്ല, അത് അധ്വാനത്തെയാണ്. അങ്ങനെ അധ്വാനത്തെ ആഘോഷിക്കുന്ന എത്രയോ കഥകളും കവിതകളും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ പാഠപുസ്തകത്തിലില്ല. ജനായത്തം സമീപകാലത്തെ ഇടപെടലിലൂടെ കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം സ്വാഗതാർഹമാണ്. ആ മാറ്റം ഉണ്ടാക്കുന്നതിൽ ജനായത്തം, മതനിരപേക്ഷം, ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകാർ നിർണായകമായ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതും അഭിമാനകരമാണ്. പക്ഷേ അതവിടെ നിൽക്കുന്നില്ല. അതവിടെ നിന്ന് മുന്നോട്ട് പോകണം.